إحسانا അള്ളാഹുവിന്റെ അനുശാസനകളെ അനുസരിക്കണമെന്ന് പ്രഖ്യാപിച്ച അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച അള്ളാഹു പിന്നീട് പറയുന്നതെന്താണ്? وبالوالدين إحسانا وبالوالدين إحسانا മാതാപിതാക്കൾക്ക് എപ്പോഴും ഗുണം ചെയ്യണേ. ഖുർആന്റെ കൽപ്പനയാണതെന്നീ ഓർക്കണേ. മാതാപിതാക്കൾക്ക് എപ്പോഴും ഗുണം ചെയ്യണേ. ഖുർആന്റെ കൽപ്പനയാണതെന്നീ ഓർക്കണേ. ഐശ്വര്യമതിനാൽ വന്നിടും നബിവാക്യമാ. ഐശ്വര്യമതിനാൽ വന്നിടും നബിവാക്യമാ. അതുപോലെ തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാ. അതുപോലെ തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. നബിയേ, അവിടുത്തെ മസ്ജിദുൻ നബവിയിൽ നിന്ന് ജിഹാദിന്റെ ആഹ്വാനങ്ങൾ ഉയർന്നല്ലോ നബിയേ. ധാർമ്മികമായ സമരത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഉയർന്നല്ലോ നബിയേ. ഞാൻ പോരാട്ടത്തിന് വരാൻ ഇറങ്ങി തിരിച്ചയാളാണ്. പക്ഷേ ഞാൻ പോരാട്ടത്തിന് വരാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് എന്റെ പ്രായമുള്ള ഉമ്മ കരയുകയാണ്. എന്റെ പ്രായമുള്ള വാപ്പ നിലവിളിക്കുകയാണ്. മോനെ, നീ അങ്ങ് പോയാൽ ഞങ്ങൾക്ക് ആരാടാ? മോനെ, നീ അങ്ങ് പടക്കളത്തിൽ പോയി ഷഹീദായാൽ ഈ പിതാവിനാരാടാ? ഈ മാതാവിനാരാടാ? ഞങ്ങൾക്കാണെങ്കിലോ അവശതയാണ്, ഞങ്ങൾക്കാണെങ്കിലോ വിഷമമാണ്, രോഗമാണ്, ബുദ്ധിമുട്ടാണ്. ഈ അവശതയിൽ കഴിയുന്ന ഞങ്ങളെ വലിച്ചെറിഞ്ഞേച്ച് നീ പടക്കളത്തിൽ ജിഹാദ് ചെയ്യാൻ പോയാൽ, ഈ അങ്ങ് ഷഹീദായി പോയാൽ ഈ ഉമ്മാക്കും വാപ്പാക്കും മറ്റഭയമില്ലല്ല മോനെ. ഞാൻ എന്തു വേണം നബിയേ? ആരംഭപ്പൂവായ ഹബീബ് പറയുകയാണ്, മോനെ നീ തിരികെ പോടാ, നീ തിരികെ പോടാ. നിന്റെ പിതാവിന്റെ ചാരത്തേക്ക് ചെല്ലടാ, നിന്റെ മാതാവിന്റെ ഓരത്തേക്ക് ചെല്ലടാ. അവർക്ക് നീ ഹിദ്മത്തെടുക്കടാ, അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കടാ. നിന്റെ ജിഹാദ് നിന്റെ ഉമ്മാനെ സംരക്ഷിക്കലാണ്, നിന്റെ വാപ്പാനെ ഹിദ്മത്തെടുക്കലാണ്, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കലാണ്. അതുപോലെ തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാ. അതുപോലെ തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാ. വിശുദ്ധ ഖുർആൻ അല്ലാഹു അവസാനിപ്പിക്കുന്നുണ്ടോ? അവസാനിപ്പിക്കുന്നില്ല. പിന്നെ പറയുന്നു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ. എത്ര നല്ല സ്കിൽഫുള്ളായ പ്രയോഗമാണ്, എത്ര നല്ല ആക്യുറേറ്റായ ഇടപെടലാണ്, എത്ര നല്ല ഹൈ സ്റ്റാൻഡേർഡുള്ള പദപ്രയോഗമാണ്. നിന്റെ ഉമ്മ
പ്രായമുള്ള ഉമ്മ വിഷമിച്ച് നിന്റെ ചാരത്തേക്ക് കടന്നു വന്നാൽ, നിന്റെ വാപ്പ പ്രായാധിക്യമുള്ള രോഗം പിടിപെട്ടിട്ട് നിന്റെ ഓരത്തേക്ക് കടന്നു വന്നാൽ, നിന്റെ ഉമ്മാനോട് നിന്റെ വാപ്പാനോട് നീ വെറുത്തിട്ടൊരു വർത്തമാനം പറയരുത്, നീ വെറുത്തിട്ടൊരു സംസാരം നടത്തരുത്, നീ അവരെ വെറുപ്പിക്കുന്നൊരു പ്രയോഗം നടത്തരുത്. വിശുദ്ധ ഖുർആനിന്റെ ഒഫീഷ്യലായ പ്രഖ്യാപനമാണ്, വിശുദ്ധ ഖുർആനിന്റെ ആധികാരികമായ പ്രഖ്യാപനമാണ്. പ്രായമുള്ള ഉമ്മാന്റെ വാപ്പാന്റെ പ്രായമുള്ള ഉമ്മാന്റെ അവർക്ക് ചെവി കേട്ടൂടാ, കണ്ണ് തീരെ കണ്ടൂടാ, ഷുഗർ, കൊളസ്ട്രോള്, എന്തൊക്കെയാ എന്തെല്ലാം. അവർക്ക് വേറെ ജോലിയൊന്നുമില്ല. വീടിന്റെ കോലായിരുന്നു കസേരായിട്ട് അത് റോഡിലൂടെ കാറിന് പോയാൽ അതെന്താ പോയത്, ഓട്ടോറിക്ഷ ബസ്സിൽ അതെന്താ പോയത്, ഇങ്ങനെ ഓരോ നോക്കിണ്ടിരിക്കില്ലേ. അപ്പൊ നമ്മള് വലിയ രാഷ്ട്രീയ പ്രവർത്തകരാ, എപ്പോഴും ടോട്ടലി ബിസിയുള്ള ആളാ, വലിയ പ്രസംഗിക്കുന്ന മുസ്ലിയാരാ. നമ്മളിങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം വായിച്ചുകൊണ്ടിരിക്കുക, നല്ല ഹൈ ക്ലാസ് കോൺസെൻട്രേഷൻ ഫുള്ളായ റീഡിങ്, സശ്രദ്ധം സാഗൂതം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ നമ്മുടെ തൊട്ടടുത്ത് വീടിന്റെ സിറ്റ് ഔട്ടിലിരിക്കുന്ന ഉമ്മ ചോദിക്കുന്നു, മോനെ അബ്ദുൽ കരീമേ, എന്തോ മിച്ചാ ആ പാസ് ചെയ്ത് പോയത് എന്താടാ, എന്തോ ഒരു സാധനം റോഡിലൂടെ ഇങ്ങനെ കടന്നുപോയി. അപ്പൊ അബ്ദുൽ കരീം എന്ന മോനോട് ഉമ്മ ചോദിക്കുക, എടാ മോനെ ആ പോയത് എന്തുവാടാ. അപ്പൊ അബ്ദുൽ കരീം പറയുക, അതൊരു കാറാവും. അബ്ദുൽ കരീം വീണ്ടും പത്രം വായിക്കുക, ഒരുപാട് ടൈമുണ്ട് ഉമ്മാക്ക്. അബ്ദുൽ കരീം ഒട്ടും ടൈമില്ല. ഉമ്മാക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ, വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ, വിശ്രമ ജീവിതം നയിക്കല്ലേ ഉമ്മ. ഞാൻ പറഞ്ഞില്ലേ ഉമ്മാക്ക് ചെവി കേട്ടൂടാ, കണ്ണ് കണ്ടൂടാ. ഉമ്മ വീണ്ടും ചോദിച്ചാ, അബ്ദുൽ കരീം നിന്നോടല്ലേ ചോദിച്ചു, നീ പോയതെന്താ. അപ്പൊ വീണ്ടും അതൊരു കാറാവുമ്മ. ആദ്യം പറഞ്ഞ ടൂണ് കണ്ടോ, രണ്ടാമത് പറഞ്ഞ ടൂണ് കണ്ടോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഉമ്മാക്ക് ചെവി കേട്ടൂടാ, കണ്ണ് കണ്ടൂടാ. നിന്നോടല്ലേ ചോദിച്ചത് ചെക്ക, പോയതെന്താണ്. അപ്പൊ മോന് ദേഷ്യം പിടിച്ചു. ഓ ഭണ്ഡാരം പിടിച്ച കിളവി ഇതൊന്നും തീർന്നു കിട്ടുന്നില്ലല്ലോ, ഈ കട്ടിലൊന്നും ഒഴിഞ്ഞു കിട്ടുന്നില്ലല്ലോ. അതിലൂടെ ആന പോകും, കാർ പോകും, ഓട്ടോറിക്ഷ പോകും, സൈക്കിൾ പോകും, ബൈക്ക് പോകും. നിനക്കിത് എന്തോ വേണം കിളവി, ഒന്ന് വാങ്ങി ചുമ്മാ ഇവിടെ ഇരിക്കാമോ, എന്തു വേണോ തന്നെ. മുസ്ലിയാരെ നിങ്ങൾ ഏത് നാട്ടുകാരനാവോ, ഞങ്ങളുടെ ഉപ്പമാരെടുത്ത് അങ്ങനെയൊന്നും പറയാറില്ല, ഞങ്ങളുടെ ഉപ്പമാരെടുത്ത് അങ്ങനെയൊന്നും പറയാറില്ല, വാപ്പാമാരെടുത്ത് അങ്ങനെയൊന്നും സംസാരിക്കാറില്ല. നിങ്ങളുടെ ഏത് നാട്ടുകാരനാണ്. ഞാൻ അങ്ങ് തിരുവനന്തപുരത്തുകാരനാണ്. പക്ഷേ എന്റെ കയ്യിൽ പലപ്പോഴും പല പിതാക്കളും കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ടോ, എന്റെ കരങ്ങളിൽ മൃഗ പിടിച്ചിട്ട് പലപ്പോഴും പല വഴുതന്റെ മജ്‌ലിസുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ പല പിതാക്കന്മാരും എന്റെ കയ്യിൽ പിടിച്ചിട്ട് ദുആ വസിയ്യത്ത് ഏൽപ്പിച്ചു, ഉസ്താദ് എത്രയും വേഗമൊന്ന് നല്ലപോലെ മരിച്ചു കിട്ടാൻ ദുആ ചെയ്യണം ഉസ്താദ്. എത്രയോ ഉമ്മമാരുടെ കത്തുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഉസ്താദേ. എന്റെ വീട്ടിൽ എനിക്ക് പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, വിഷമമാണ്. എന്റെ മക്കൾക്ക് എന്റെ സാന്നിധ്യം ആസ്വാരസ്യമാണ്. എത്രയും പെട്ടെന്ന് ഈമാൻ സലാമത്തായൊന്ന് മരിച്ചു കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണം. എന്റെ മുമ്പിൽ നിങ്ങളെ ആലോചിച്ചു, ഇതൊക്കെ സത്യമല്ലേ. ഇതെന്റെ മജ്‌ലിസിലെ ശബ്ദം കേൾക്കുന്ന ഉമ്മാമാരും ഉപ്പാമാരും രക്ഷകർത്താക്കളും കുഞ്ഞുമക്കളും എല്ലാവരും അവനവന്റെ കൽവിലേക്ക് കൈവച്ച് ആലോചിക്കുക, എന്റെ ഉപ്പാനോട് ഞാൻ മാന്യതയില്ലാതെ പെരുമാറിയിട്ടുണ്ടോ, എന്റെ ഉമ്മാനോട് ഞാൻ മാന്യത കേട്ട് പെരുമാറിയിട്ടുണ്ടോ എന്നാലോചിച്ചു. എന്നാൽ റോസാപ്പൂവിനെ പറ്റി നിങ്ങൾക്കറിയുമായിരുന്നോ? സൂര്യനെ പറ്റി നിങ്ങൾക്കറിയുമായിരുന്നോ? ചന്ദ്രനെ കുറിച്ച് നിങ്ങൾക്കറിയുമായിരുന്നോ?
ഇരിക്കുന്നത് കേരമരമാണെന്ന് നിങ്ങൾക്കറിയുമായിരുന്നോ? ഈ കിടക്കുന്നത് മണൽത്തരികളാണെന്ന് നിങ്ങൾക്കറിയുമായിരുന്നോ? ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാ നിങ്ങൾ പഠിച്ചത്? ഏത് ചാൻസലറാ നിങ്ങളെ പഠിപ്പിച്ചത്? ഏത് അധ്യാപകനാ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നത്? ഉമ്മാനോട് ഞാൻ കാറിനെ പറ്റി ഒരു തവണയല്ല ചോദിച്ചത്. എന്റെ വാപ്പാനോട് ഞാൻ റോസാപ്പൂവുകളെ പറ്റി ഒരു തവണയല്ല ചോദിച്ചത്. ഉദിച്ചു വന്ന ചന്ദ്രനെ കുറിച്ചും സൂര്യനെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും പ്രപഞ്ചത്തിൽ ഞാൻ എന്തെല്ലാം കണ്ടോ അതിനെ കുറിച്ചെല്ലാം എന്റെ വാപ്പാനോടും ഉമ്മാനോടും ഞാൻ ചോദിച്ചു. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല, 1000 തവണ ഞാൻ ചോദിച്ചു. അപ്പോഴെല്ലാം എന്നോട് ഉമ്മ പറഞ്ഞു തന്നു, മോനെ അത് റോസാപ്പൂവാണ്. ആ റോസാപ്പൂവിന്റെ മേലെ വന്നിരിക്കുന്നത് പൂമ്പാറ്റയാണ്. ആ കടന്നുപോയത് കാറാണ്. ഇംഗ്ലീഷിൽ CAR കാറെന്നാണ് പറയുക എന്നൊരു 1000 തവണ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത് എന്റെ ഉമ്മയാണ്, എന്റെ വാപ്പയാണ്. ഒരു തവണ പോലും ഞാൻ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ എന്നോട് ഉമ്മ പറഞ്ഞില്ല, എന്നോട് വാപ്പ പറഞ്ഞില്ല, എടാ പണ്ടാരം പിടിച്ച ചെറുക്കാവും ചുമ്മാതിരിയടാ, നീ എന്തിനാ ഇങ്ങനെ വായിട്ട് വെറുതെ അടയ്ക്കുന്നതെന്ന് എന്നോട് എന്റെ ഉമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല, എന്റെ വാപ്പ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ എത്ര തവണ ചോദിച്ചോ, ഞാൻ എത്ര തവണ എന്തൊക്കെ ചോദിച്ചോ, അതിനെല്ലാം ക്ലിയർഫുൾ ആയിട്ടുള്ള ആൻസർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അറിയത്തില്ലായിരുന്നു. മാടപ്പിറാവുകൾ പറന്നു പോകുന്നത് കാണുമ്പോൾ നിങ്ങൾക്കത് മാടപ്പിറാവാന്നറിയാം. തത്തമ്മയെ കാണുമ്പോൾ നിങ്ങൾക്കത് തത്തയാണെന്നറിയാം. കാക്കയെ കാണുമ്പോൾ നിങ്ങൾക്കത് കാക്കയാണെന്നറിയാം. ഇങ്ങനെ പ്രപഞ്ചത്തെ പറ്റിയുള്ള ഏറ്റവും ബേസിക്കായ ഡീറ്റെയിൽസുകൾ ഒരു മനുഷ്യൻ ആവശ്യമായ തിരിച്ചറിവിന്റെ ആദ്യാക്ഷരങ്ങളെ മനസ്സിന്റെ അന്തരംഗങ്ങളിലേക്ക് പകർന്നു തന്നതാരാണ്? മാതാവാണ്, പിതാവാണ്. ഇന്ന് ഉമ്മാക്ക് വയസ്സാണ്.